CBSE 10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ വരുന്ന ഒരു ചോദ്യം, അതും ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് വരാൻ സാധ്യതയുള്ള, പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ മാത്രമല്ല പൊതു ചോദ്യങ്ങളും അല്ലെ, പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും പൊതു ചോദ്യങ്ങളും വെച്ച് വരാൻ വളരെ സാധ്യതയുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം, അതിനുത്തരവും പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഉപന്യാസം തയ്യാറാക്കുക. എസ്സേ റൈറ്റിംഗ് എന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഉപന്യാസം തയ്യാറാക്കുക. നിങ്ങൾക്കറിയാം, CBSE ബോർഡ് എക്സാമിന് ഉപന്യാസം ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല അല്ലേ, ഉണ്ടാവാറേ ഇല്ല. എല്ലാ കാലത്തും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, അത് പാഠപുസ്തകത്തിലെ ചോദ്യം മാത്രമല്ല, പാഠപുസ്തകത്തിന് പുറത്തുള്ള ചോദ്യവും ചോദിക്കുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് ഒരു ഉപന്യാസം എഴുതുമ്പോൾ എന്തൊക്കെ അറിയണമെന്നുള്ള കൃത്യമായൊരു ധാരണ നമ്മൾ വെച്ച് പുലർത്തിയാൽ കൃത്യമായിട്ട് നമുക്ക് ഏത് ചോദ്യം വന്നാലും അതിന് എഴുതാൻ സാധിക്കും. ആദ്യം നമുക്കുണ്ടാവേണ്ടത് ശീർഷകമുണ്ടാകണം കേട്ടോ. ശീർഷകം എങ്ങനത്തെ ആയിരിക്കണം? ഇത് നിങ്ങളുടെ ആൻസർ പേപ്പറാണെന്ന് കരുതുക. ഇവിടെ ആയിരിക്കണം എന്താ, ഇങ്ങനെ ഒരു തലക്കെട്ട്, അതായത് സെൻട്രൽ ശീർഷകം, ബാനർ ഹെഡ്ലൈനാണ് നിങ്ങൾ എന്തിനു കൊടുക്കേണ്ടത്? ഉപന്യാസത്തിന് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ സാധാരണ എഴുതാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ വലിപ്പത്തിൽ നിന്നും അല്പം കൂടെ വലിയ അക്ഷരത്തിൽ വേണം നിങ്ങൾ തലക്കെട്ട് എഴുതാനെന്ന് ചുരുക്കം. ഉപന്യാസത്തിന് തലക്കെട്ട് നിർബന്ധമാണ്. തലക്കെട്ട്, മറ്റൊരു പേര് ശീർഷകം, മറ്റൊരു പേര് ഹെഡിങ്. അതായത് ഉപന്യാസം എഴുതുമ്പോൾ നിങ്ങളൊരു ശീർഷകം കൊടുക്കണം, ആമുഖം ഉണ്ടാവണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, നിർബന്ധമായിട്ടും ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. ഇൻട്രൊഡക്ഷൻ തന്നിരിക്കുന്ന ചോദ്യവും ആ ചോദ്യകർത്താവിനെ കുറിച്ചുമുള്ളതായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന്, യുദ്ധം വരുത്തി വെക്കുന്ന വിനാശകരമായ അവസ്ഥയെ കുറിക്കുന്ന ഒരു ഉപന്യാസം എഴുതുക എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ആദ്യം നമ്മൾ എഴുതും എന്താണ്? യുദ്ധം മാനവരാശിക്ക് ആപത്ത്, ശീർഷകമായല്ലേ. ഏറ്റവും വർത്തമാനകാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് യുദ്ധം വേണോ വേണ്ടയോ എന്നുള്ളത്. കാരണം യുദ്ധക്കെടുതികളും യുദ്ധവാർത്തകളും ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം ദിവസവും കേൾക്കുന്ന ഈ കാലത്ത് യുദ്ധത്തിൻ്റെ വിനാശത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും യുദ്ധം തുടങ്ങുമ്പോൾ ഇല്ലാതെയായി പോവുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് പലപ്പോഴും നിരപരാധികളാണ്. ഇങ്ങനെ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഒരു ആമുഖം ഉണ്ടാവണം. മനസ്സിലായ മക്കൾക്ക്? ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ ആദ്യം തലക്കെട്ട് എഴുതണം, പിന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ അഥവാ ആമുഖം എഴുതണം, പിന്നെ ഖണ്ഡികയാക്കുക, പാരഗ്രാഫ് തിരിച്ചെഴുതണം. 3 പാരഗ്രാഫെങ്കിലും നിങ്ങളുടെ ഉപന്യാസം ഉണ്ടാകണം. പാരഗ്രാഫ് തിരിക്കുന്നതിനെയാണ് മക്കളെ എന്തു പറയുന്നത്? ഖണ്ഡിക തയ്യാറാക്കുക. ഖണ്ഡിക ഉണ്ടാവണം എന്ന് പറയാൻ കാരണം ആശയ വ്യക്തത ഉണ്ടാകണം. നമുക്ക് പറയാനുള്ള തന്നിരിക്കുന്ന ചോദ്യം നമ്മൾ വളരെ വ്യക്തമായി എഴുതണം. പറ്റിയാൽ ചില ഉദാഹരണങ്ങൾ കൊടുക്കാം, ചില കവിവാക്യങ്ങൾ കൊടുക്കാം, ചില പ്രധാന വാക്യങ്ങൾ ഉണ്ടാകും അല്ലേ, എന്തെങ്കിലും പ്രധാന വാക്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ ആശയം കൂടുതൽ വ്യക്തമാക്കത്തക്ക രൂപത്തിൽ വേണം രണ്ടാമത്തെ പാരഗ്രാഫ് നിങ്ങൾ എഴുതാൻ. അതിനുശേഷം അവസാനത്തെ പാരഗ്രാഫ് ഉപസംഹാരം ഉണ്ടാകണം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അതിൽ നിന്നും നിങ്ങൾക്കൊരു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇങ്ങനെ യുദ്ധം വരുത്തി വെക്കുന്ന വിനാശകരമായ ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഒരുപാടുണ്ട്. ഈ സമയത്തെങ്കിലും വിദ്യാർത്ഥികൾക്കിടയിലെങ്കിലും യുദ്ധമല്ല സമാധാനമാണ് ഈ ലോകത്ത് പുലരേണ്ടത് എന്ന ആശയം വരത്തക്ക രൂപത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും യുദ്ധവിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഇന്നിൻ്റെ ആവശ്യകതയാണ്. ഇങ്ങനെ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൺക്ലൂഷൻ ഭാഗമാണ് നിങ്ങൾ എഴുതേണ്ടത്. യുദ്ധം വന്നാൽ ഇത്രയുമാണ് ഒരു ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. നോക്കൂ, മാതൃഭാഷയുടെ പ്രാധാന്യം കണ്ടോ. ഇതാണ് നിങ്ങളുടെ ഇവിടെ സൈഡിലാണ്, ഇവിടെ എവിടെ വരണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കാണെങ്കിൽ ഇവിടെ വരണം മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട ജീവനോപാധിയാണ് മാതൃഭാഷ.
മാതൃഭാഷയിലൂടെയാണ് ഒരുവൻ്റെ സംസ്കാര രൂപീകരണം നടക്കുന്നത്. ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന ഭാഷയാണ് മാതൃഭാഷ. ഒരുവൻ ജനിക്കുന്നതിന് മുമ്പേ മാതൃഭാഷ അവൻ പഠിക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് മാതൃഭാഷ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മയുടെ എഴുത്തുകൾ എന്ന് പറയുന്ന കവിതയിൽ മധുസൂദനൻ നായർ പറയുന്നുണ്ട്, നാദമായി വന്നെൻ്റെ നാവിലെത്താനായി നാഭിയിൽ സ്പന്ദിച്ചുള്ളോരി എഴുത്തുകൾ എന്ന്. അപ്പോൾ മാതൃഭാഷയുടെ വിരലിൽ തൂങ്ങിയാണ് അവൻ ജീവിതത്തിലേക്ക് പിച്ച വെച്ച് നടക്കുന്നത്. ലളിതമെങ്കിലും മാതൃഭാഷയിലൂടെ സൗന്ദര്യം വിളിച്ചോതുന്ന കവിതയാണ് ചങ്ങമ്പുഴയുടെ കവിതകൾ. അക്ഷരാവർത്തനങ്ങളിലൂടെ കിട്ടുന്ന താളഭംഗിയും മറ്റും അദ്ദേഹത്തെ മറ്റു കവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. മലയാള കവിതയെ കാവ്യനർത്തകിയുമായി അദ്ദേഹം ചിത്രീകരിക്കുന്നത് എത്ര മനോഹരമാണ്. വാക്കിൻ്റെ കരുത്താണ് ഒരുവനെ അളക്കാനുള്ള അളവുകോലെന്ന് കുഞ്ഞുണ്ണി മാഷ് പറയുമ്പോൾ മാതൃഭാഷയുടെ കരുത്ത് തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നത്. അപ്പോൾ ഓരോ കവികളുടെയും പ്രധാന വാക്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? മാതൃഭാഷയുടെ ഉപയോഗം കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ പാരഗ്രാഫ് തിരിച്ചെഴുതണം. ആദ്യത്തെ ആ ഭാഗം ഒരു പാരഗ്രാഫാണ് കേട്ടോ. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. അതിനുദാഹരണമാണ് ഭാഷാപിതാവായ എഴുത്തച്ഛൻ സമ്മാനിച്ച ശക്തമായ കാവ്യഭാഷ. പിന്നീട് വന്ന കവികൾക്കെല്ലാം മാർഗദർശിയായി മാറിയത് നാം കണ്ടതാണ്. ഒരു ഉപന്യാസം എഴുതുമ്പോൾ ഇതാണ് അതിൻ്റെ ശൈലി എന്ന് പറയാനാ ഒരു ഉപന്യാസം തന്നെ ഞാൻ നിങ്ങൾ കൊണ്ടുവന്നത്. രണ്ടു കൈവഴിയായി ഒഴുകിയിരുന്ന ഭാഷയെ കരുത്തുറ്റ ഭാഷയാക്കിയത് അദ്ദേഹം തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മാതൃഭാഷ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഇളം തലമുറ നമുക്കില്ല എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. കൃത്യമായി മാതൃഭാഷ ഉപയോഗിക്കാനോ എഴുതാനോ അറിയാതെ പറയാനോ കഴിയുന്നവർ ഇന്ന് വളരെ കുറവാണ്. ഈ നില മാറണം. മറ്റുള്ള ഭാഷകൾ വേണ്ട എന്നല്ല, പെറ്റമ്മയായി നമ്മൾ മാതൃഭാഷയെ തന്നെ കാണണം. ഇതാണ് കൺക്ലൂഷൻ ഭാഗം. ഇപ്പം ഞാനീ തന്നിരിക്കുന്ന ആശയത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 3 പാരഗ്രാഫുള്ള ഉപന്യാസമാക്കി മാറ്റണം. ഇതാണ് ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഓക്കെ ആണോ മക്കളെ? മനസ്സിലായോ മക്കളെ? അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.